നസർ BJP-കാരനല്ലായിരുന്നെങ്കിൽ നടൻ കൃഷ്ണകുമാറും കുടുംബവും ഈ കേരളത്തിലെ ഏറ്റവും സ്വീകാര്യതയുള്ള ഒരു കുടുംബമായി മാറുമായിരുന്നു. അതിന് കാരണം നടനായതുകൊണ്ടല്ല, കൃഷ്ണകുമാറിൻ്റെയും അയാളുടെ ഭാര്യ സിന്ധുവിൻ്റെയും അവരുടെ 4 പെൺമക്കളുടെയും സോഷ്യൽ മീഡിയയിലെ സ്വാധീനം കൊണ്ടാണ്. കൃഷ്ണകുമാറിനോടും സിന്ധുവിനോടും സംസാരിച്ചിട്ടുള്ളവർ ഒരിക്കലും അവരെ മറക്കില്ല. എപ്പോഴും ഒരു ചിരിയോടെയാണ് കൃഷ്ണകുമാർ സംസാരിക്കുന്നത്. സിന്ധു ആവട്ടെ അതിസ്വാഭാവികമായി. സിന്ധു വിദേശത്ത് ജനിച്ചു വളർന്ന ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമാണ്. പക്ഷെ സിന്ധുവിൻ്റെ സംഭാഷണത്തിലെ ഒരു സ്വാഭാവികത, നാച്ചുറാലിറ്റി ആരെയും ആകർഷിക്കുന്നതാണ്. ഒരു വീട്ടമ്മ എന്നാൽ സാധാരണ മനുഷ്യരുടെ ഒരു മാതൃകയാണ് സിന്ധു കൃഷ്ണ. അതുപോലെ തന്നെയാണ് കൃഷ്ണകുമാറിൻ്റെ പെരുമാറ്റവും. 4 പെൺമക്കളുണ്ട്. അവരുടെ സ്വഭാവത്തെക്കുറിച്ചോ അവരുടെ പെരുമാറ്റത്തെക്കുറിച്ചൊന്നും എനിക്ക് വ്യക്തമായി അറിയില്ല. ഞാൻ ഈ 4 പേരോടും സംസാരിച്ചിട്ടില്ല. എന്നാൽ ഈ 4 പേരും സോഷ്യൽ മീഡിയയിലെ അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസേഴ്സാണ്. ഇന്നത്തെ കാലത്താണ് ഇൻഫ്ലുവൻസർ എന്ന പേരുള്ളത്. വളരെയധികം സ്വാധീനമുള്ളവരാണ്. ഒരുപാട് ആരാധകർ അവർക്കുണ്ട്. അവർ 4 പേരും മാറി മാറി ചെയ്യുന്ന വീഡിയോകൾക്കൊക്കെ വലിയ സ്വീകാര്യതയാണ്. അവർ 4 പേർക്കും 4 സ്വഭാവമാണ്. അതിൽ മൂത്തവൾ നടിയാണ് അഹാന കൃഷ്ണ. കൃഷ്ണകുമാർ BJP-യിൽ ചേർന്നതോടെ അവളുടെ സിനിമാ ജീവിതവും പതിയെ പതിയെ ഇല്ലാതായി. ബാക്കി 3 പേരിൽ ഒരാൾ കൂടി ഒരു സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 6 പേരും സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ഇടപെടൽ നടത്താറുണ്ട്. 6 പേർക്കും അവരുടേതായ ആരാധക വൃന്ദവുമുണ്ട്. ഈ 6 പേരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സിന്ധു കൃഷ്ണയുടെ വ്ളോഗാണ്. രാഷ്ട്രീയക്കാരനും ബിസിനസ്സുകാരനും നടനുമായ ഭർത്താവിനെ മാനേജ് ചെയ്യുന്നത് മാത്രമല്ല, വ്യത്യസ്ത സ്വഭാവക്കാരായ ഈ 4 പെൺമക്കളെ എങ്ങനെ ഇവർ മാനേജ് ചെയ്യുന്നു എന്നത് എനിക്ക് വളരെ അത്ഭുതം തരുന്നതാണ്. അതേസമയം അവരോട് സംസാരിച്ചാൽ നമുക്ക് അവരോടൊരു ആദരവ് തോന്നും. ഓരോ വ്യക്തികളോടും നമുക്ക് വ്യത്യസ്തമായ ഫീലാണ് ഉണ്ടാകുന്നത്. ഈ സിന്ധു കൃഷ്ണയോട് നമുക്ക് ആദരവ് കലർന്നൊരു ഇഷ്ടം തോന്നും. എന്തായാലും ആ കുടുംബം മുഴുവൻ ഇപ്പോൾ ഒരു വലിയ വിവാദത്തിൽ ചെന്നപ്പെട്ടിരിക്കുന്നു. ഇത്തരം വിവാദങ്ങളൊന്നും ഈ കുടുംബത്തിന് പുത്തരിയല്ല. കാരണം കുടുംബനാഥനായ കൃഷ്ണകുമാർ BJP-യുടെ ദേശീയ കൗൺസിൽ അംഗമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ സോക്കോൾഡ് പുരോഗമന സാഹിത്യ ബുദ്ധിജീവി ചിന്താഗതിക്കാരൊക്കെ അവരെ എയറിൽ നിർത്താൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് കൃഷ്ണകുമാർ ഒരു ഇന്റർവ്യൂവിൽ ഈ കുഴികുത്തി ഭക്ഷണം കഴിക്കുന്നവരെ കണ്ടിരുന്നു എന്ന് പറഞ്ഞത് വലിയ വിവാദമായി മാറിയത്. അഹാന കൃഷ്ണയുടെ ഒരു പോസ്റ്റും ഇടക്കാലത്ത് വലിയ വിവാദമായിരുന്നു. ഇന്നലെ മുഴുവൻ സോഷ്യൽ മീഡിയ അവരുമായി ബന്ധപ്പെട്ട ഒരു വലിയ തട്ടിപ്പും ഭീഷണിപ്പെടുത്തലും തട്ടിക്കൊണ്ടുപോകലും ഒക്കെ ചർച്ച ചെയ്യുന്നു. ഇതിൽ യഥാർത്ഥ ഇര കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയാണ്. അവൾ ഗർഭിണിയാണ്. അവൾക്കൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന 3 യുവതികൾ തട്ടിപ്പ് നടത്തി. ഈ തട്ടിപ്പ് പിടിക്കപ്പെട്ടു. തട്ടിപ്പ് കേസാകുന്നു. അതിനുശേഷം ഒരു കൗണ്ടർ കേസ് അവർ കൊടുക്കുന്നു. ഈ കൗണ്ടർ കേസ് വലിയ ചർച്ചയാവുന്നു. കൗണ്ടർ കേസിന്റെ അടിസ്ഥാനത്തിൽ കൃഷ്ണകുമാറിനെതിരെയും ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്കെതിരെയും ഒക്കെ വലിയ വാർത്ത വരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിപ്പോയി. വാസ്തവത്തിൽ ഇവിടുത്തെ പ്രതികളാക്കപ്പെട്ട പെൺകുട്ടികളുടെ കൗണ്ടർ കേസിന്റെ പേരിൽ പോലീസ് ആവേശം കാണിക്കുന്നു, അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. വളരെ വിചിത്രമാണ് കൗണ്ടർ കേസ്. ഈ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ കയ്യിൽ നിന്നും 8 ലക്ഷം രൂപ പിടിച്ചു വാങ്ങി എന്നാണ് കൗണ്ടർ കേസിൽ പറയുന്നത്. തട്ടിക്കൊണ്ടുപോകലടക്കം ജാമ്യമില്ല വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ പെൺകുട്ടികൾ ഇപ്പോൾ പറയുന്നുണ്ട് ജാതിയും മതവും ഒക്കെ വിളിച്ച് അധിക്ഷേപിച്ചെന്ന്. അവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ FIR-ൽ കണ്ടില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ജാതി വിളിച്ച് അധിക്ഷേപിച്ചു എന്നാണെങ്കിൽ തീർച്ചയായും ഗൗരവമേറിയ കുറ്റമായി മാറും. കൃഷ്ണകുമാറും മകളും ജയിലിലുമാവും. അങ്ങനെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, FIR-ൽ ഇല്ല. പക്ഷെ അവർ പറയുന്നുണ്ട് ജാതി വിളിച്ച് അധിക്ഷേപിച്ചു. കൃഷ്ണകുമാർ പണ്ട് കുഴികുത്തി ഭക്ഷണം കൊടുക്കുന്ന വിവാദത്തിൽ പെട്ടതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഏറ്റെടുക്കാൻ ഈ സോക്കോൾഡ് ലെഫ്റ്റ് ലിബറൽ സോഷ്യൽ മീഡിയയ്ക്ക് എളുപ്പവുമാണ്. അതവിടെ നിൽക്കട്ടെ. ബാക്കി വിഷയത്തെ നമ്മൾ പരിഗണിച്ച് നോക്കിയാൽ വാസ്തവത്തിൽ കൃഷ്ണകുമാറിനോടും ഗർഭിണിയായിരിക്കുന്ന മകൾ ഓസിയോടും ഒക്കെ ചെയ്യുന്നത് അങ്ങേയറ്റം പാതകമാണ് എന്ന് പറയേണ്ടി വരും. എൻ്റെ പതിവ് ജോലിയെല്ലാം കഴിഞ്ഞ് കൃഷിപ്പണിയും കഴിഞ്ഞ് രാത്രിയിൽ കിടക്കുന്നതിന് മുൻപാണ് വാസ്തവത്തിൽ വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഞാൻ കൃഷ്ണകുമാറിൻ്റെ ഭാര്യ സിന്ധു കൃഷ്ണയ്ക്ക് ഒരു മെസ്സേജ് ഇട്ടു. എന്താണ് പുലിവാല, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് ചോദിച്ചാൽ ഒരു മെസ്സേജ് ഇട്ടു. അവരെനിക്കിട്ട വോയിസ് മെസ്സേജിൽ ഈ സംഭവത്തിന്റെ ഒരു വിവരണമുണ്ട്. കാരണം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഒരു ക്രോണോളജി അവർ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഏകദേശം ഈ വിഷയം എന്താണ് മനസ്സിലാകും. ഹലോ ഷാജൻ, ഇത് കുറച്ച് ദിവസമായി ഞങ്ങളിത് അറിഞ്ഞിട്ടും. ഞാൻ എന്നിട്ട് വീഡിയോ ഫുട്ടേജസ് ഓൾമോസ്റ്റ് ഒരാഴ്ചയായിട്ട് നമ്മുടെ കയ്യിലുള്ളതാണ്. അത് പുറത്തിടണം എന്നും ആ പിള്ളേരെ നാറ്റിക്കണം എന്നും ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അവരായിട്ട് കുളമാക്കിയപ്പോ പിന്നെ നമ്മൾ മിണ്ടായിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഈ പിള്ളേര് മോളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പിള്ളേരാണ്. എനിക്ക് പണ്ടേ ഈ പിള്ളേരെ അത്ര പോരാ. കാരണം ആര് കസ്റ്റമർ വന്നാലും ഈ പിള്ളേർ മോശമായിട്ടൊക്കെ ബിഹേവ് ചെയ്യും. നമ്മളെ പരിചയക്കാരെയൊക്കെ നമ്മൾ എന്തിനെങ്കിലും അങ്ങോട്ട്
വിടുമ്പോഴേ ഇവരില്ല ആര് വന്നാലും ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള രീതിയിൽ എക്സ്പ്രഷനാണ് കാണിക്കും. എനിക്കൊരു പക്ഷേ കാര്യമല്ല, മോക്ക് പക്ഷെ അവർക്ക് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ടും വയ്യാതിരിക്കുന്നതുകൊണ്ടും ഒക്കെ ഈ പിള്ളേർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് ഓൺലൈനിൽ വരുന്ന ഓർഡേഴ്സിന്റെ ലിസ്റ്റ് കൊടുക്കുന്നു, ഇവർ പാക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ സൈഡിലെ മോളുടെ സൈഡിലെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ ഈ അവർക്ക് വോമിറ്റിങ്ങും ആ ഓഫീസിൽ കയറുമ്പോൾ ഭയങ്കര സിക്ക് ഫീൽ വരാറുണ്ട്. അതുകൊണ്ട് കുറെ നാളായിട്ട് അവൾ ഓൺ ഡെയിലി ബേസിസ് ആ ഏരിയ പോകുന്നില്ല. വല്ലപ്പോഴും ഒരു ദിവസം ഒന്ന് പോകും. ഇവരങ്ങ് വിശ്വസിച്ചെല്ലാം ഏൽപ്പിച്ചേക്കുമായിരുന്നു. അപ്പം പേയ്മെന്റ്സ് ഇപ്പൊ ചെറിയ ചെറിയ പെർച്ചേസുകളൊക്കെ നടക്കുമ്പോൾ 1000 രൂപ 1500 രൂപയൊക്കെ മോളുടെ QR കോഡ് അവർ യൂസ് ചെയ്യും. ബൾക്കായിട്ട് ആരെങ്കിലും സാധനം വാങ്ങിക്കുവാണെങ്കിൽ ഇവരുടെ യൂസ് ചെയ്യും. ഇത് കണ്ടുപിടിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ എന്റെ മൂന്നാമത്തെ മോളുടെയും ഇളയ മോൾ ഹൻസിക്കയുടെയും 2 പേരുടെയും ഫ്രണ്ട്സ് ഈ അടുത്ത കാലത്ത് അവിടെ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തപ്പോഴത്തേക്ക് അപ്പൊ നമ്മുടെ പിള്ളേരുടെ ഫ്രണ്ട്സ് ആണെന്ന് ഈ പെൺകുട്ടികൾക്ക് അറിയില്ല. അപ്പൊ ദിവ്യ എന്തോ പേരുള്ള ഒരു കൊച്ചുണ്ട് അവിടെ, അതിന്റെ QR കോഡിലോട്ടാണ് പൈസ വാങ്ങിച്ചത്. അപ്പൊ എന്റെ മോളുടെ ഫ്രണ്ട് എന്റെ മൂന്നാമത്തെ മോളോട് പറഞ്ഞ് ഓസിയുടെ കടയിൽ സാധനം വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് വേറെ ഒരു പെൺകൊച്ചിന്റെ പേരില് ഉള്ള ഒരു QR കോഡിലാണ് വാങ്ങിച്ചത്, അത് ഓസിക്ക് അറിയാവോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഓസിയോട് മോള് ചോദിച്ചു, ഇങ്ങനെ നിനക്കറിയാവോ? അപ്പൊ ഓസി പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, എന്റെ QR കോഡിന് വേറെ ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ, കാർഡ് പേയ്മെന്റും എല്ലാം ഉണ്ടല്ലോ, പിന്നെ എന്താണെന്ന് ഇവരെ ക്വസ്റ്റ്യൻ ചെയ്തു. അതിൽ നിന്നാണ് ഈ ഒരു കംപ്ലീറ്റ് ഇത് ഒരു തരികട നടക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ഫീൽ വന്നത്. ഇവർക്ക് വെബ്സൈറ്റ് ഉള്ളത് കൊണ്ട് വെബ്സൈറ്റ് വഴി ആൾക്കാർ പർച്ചേസ് ചെയ്യേണ്ട പേയ്മെന്റ് ഒക്കെ ഇവളുടെ കറണ്ട് അക്കൗണ്ടിലോട്ടാണ് ഉള്ളത്. ഈ ഷോപ്പിൽ സാധനം വാങ്ങിക്കാൻ വരും വാട്സപ്പിലൂടെ ആൾക്കാർ പർച്ചേസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് ഈ പിള്ളേരെ ഡീൽ ചെയ്യുന്നത്. അങ്ങനെ മോള് കഴിഞ്ഞ ആഴ്ച ഒരു സ്റ്റോറി ഇട്ടു, എനിക്ക് കുറച്ച് കംപ്ലയിന്റ്സ് ഇതുപോലെ കിട്ടുന്നുണ്ട്, എന്റെ ഓഫീസിൽ വന്ന് പർച്ചേസ് ചെയ്ത ആരെങ്കിലും എന്റെ QR കോഡ് അല്ലാതെ മറ്റേതെങ്കിലും ഒരു QR കോഡിലാണ് പേയ്മെന്റ് വാങ്ങിയിട്ടുള്ളതെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് അറിയിക്കണേന്ന് പറഞ്ഞ് ഒരു ഇതിട്ടു. അതിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 1000കണക്കിന് മെസ്സേജസ് വന്നു. ലൈക്ക് ലിറ്ററലി മോർ ദാൻ 7.5 lakhs ഈ പിള്ളേരുടെ QR കോഡുകളിലോട്ട് 3 പേരുടെയും മാറി 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 ചെയ്തേക്കുന്ന പോലത്തെ ഇത് വന്നു. അങ്ങനെ മോള് ഇവരെ വിളിക്കുന്നു, സംസാരിക്കുന്നു, ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ആ വീഡിയോ ഈ പിള്ളേർ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് അവർക്ക് എന്തിന്റെ അസുഖം എനിക്ക് പോലും അറിഞ്ഞൂടാ. അവര് ദിയേനെ ഫോൺ ചെയ്ത് വെച്ചിട്ട് ദിയ അവരെ ചീത്ത വിളിക്കുന്ന പോലത്തെ ഒരു വീഡിയോ എടുത്തിട്ട് അവരത് വെളിയെ വിട്ടേക്കുന്നത്. ആ വീഡിയോയിലേ അറിയാം ഇവരാണ് എല്ലാം ഫുൾ കട്ടിട്ട് നിൽക്കുന്നതെന്ന്. അപ്പൊ എന്തായാലും അങ്ങനെ ഈ ഇത് പിടിച്ചതിന് ശേഷം പിറ്റേന്ന് അവര് 29 രാത്രിയാണ് മോളോട് സംസാരിക്കണം. പിറ്റേന്ന് നേരം വെളുത്തപ്പോ ഈ 3 പെമ്പിള്ളേരും അവരുടെ 2 ഭർത്താക്കന്മാരും കൂടെ 4 lakh സംതിങ് പൈസയായിട്ട് ഇവിടെ വന്ന് കരഞ്ഞ് കാലി വീണ് അയ്യോ കേസ് കൊടുക്കല്ലേ ഇത് തരാം നമ്മളെന്നൊക്കെ പറഞ്ഞു വന്ന് അവിടെ ഡ്രാമ ഇറക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് മോള് വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയത്. എനിക്ക് എന്തായി സംഭവിക്കുന്നതെന്നറിയാം. ഞങ്ങളവിടെ പോയതും സംസാരിച്ചതും ഭാഗ്യത്തിന് നമ്മളൊരു വിഷ്വൽ എടുത്തു വെച്ചു. എനിക്കത് ഒരിക്കലും വെളിയിൽ വിടാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു, എന്നാലും വെറുതെ എടുത്തു വെച്ചു. അപ്പൊ അവിടെ വെച്ചപ്പോ നമ്മളുടെ ഒരു കാര്യം നമുക്കിപ്പോ എന്തായാലും നിങ്ങളെ സമ്മതിക്കുന്നു, ഇത്രയും മോട്ടിച്ചു. അപ്പൊ അവര് തന്നെ പറയുന്നു ഇങ്ങനെ അവരെടുക്കുന്നു, ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മളുടെ ഒരു കാര്യം 3 പേരുടെയും ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ എടുക്കും. 1 വർഷത്തെ 3 പേരുടെയും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഗൂഗിൾ പേ യൂസ് ചെയ്യണ അക്കൗണ്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കും. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ നിങ്ങൾ എത്ര എടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പറയുന്ന 7 ലക്ഷം, നമുക്കതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? കൂടുതലുണ്ടെങ്കിലോ അപ്പൊ നമുക്ക് നോക്കാം. അതോടുകൂടി ഇവിടെ അയ്യോ എന്ന് പറഞ്ഞ് ബഹളമായി. അപ്പൊ അത് മോളുടെ ഫ്ളാറ്റിന്റെ താഴെ ഇരുന്ന് നമ്മൾ സംസാരിച്ചതുകൊണ്ട് അവിടെ ഉള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവണം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ഓഫീസിലോട്ട് പോകാം, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. നമുക്ക് അവിടെ ഇരിക്കവേ നിങ്ങൾ പോയി നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് വരൂ. അപ്പൊ നമ്മളൊന്ന് കാണട്ടെ, നമുക്കൊന്നും അറിയണ്ടേ. എന്തായാലും നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു നിങ്ങൾ മോഷ്ടിച്ചു എന്ന്. അപ്പൊ നമുക്ക് അറിയണ്ടേ എത്ര പോയി എന്ന് കറക്റ്റായിട്ട് നമുക്ക് അറിയണമല്ലോ. അങ്ങനെ നമ്മുടെ ഓഫീസിലോട്ട് വരുന്നു, അവിടെ ഇരിക്കുന്നു. അപ്പൊ കൂട്ടത്തിലുള്ള 2ാമത്തെ ഒരു പയ്യൻ, ഈ ഒരു ഭർത്താവ് ആരുടെയോ, ആ പയ്യൻ എവിടെയോ പോയിട്ട് പിന്നെ ഒരു 4 lakh സംതിങ് കൊണ്ട് തിരിച്ചു വന്നു. എന്നിട്ട് അത് തന്നിട്ട് ഒരു കാല് പിടിക്കാൻ തുടങ്ങി. പ്ലീസ് നിങ്ങൾ ഇത് വെളിയിൽ വിടരുത്, കേസാക്കരുത്, പോലീസിനോട് പറയരുത്, ഞങ്ങളെ കാല് പിടിക്കാം, അങ്ങനെ ഇങ്ങനെ. അവിടെയും കുറെ കുറ്റസമ്മതമൊക്കെ ചെയ്തു. എങ്ങനെയാ ചെയ്തത്, എന്താ ചെയ്തത് എന്നൊക്കെ പറയും. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ ബാങ്ക് അക്കൗണ്ട് അത് നമുക്ക് അറിയാൻ കഴിഞ്ഞു. ഓൾ 3 of their ബാങ്ക് അക്കൗണ്ട്സിന് ഓൾമോസ്റ്റ് 60+ lakhs ട്രാൻസാക്ഷൻസ് അവരുടെ ബാങ്ക്സിൽ കൂടെ പോയിട്ടുണ്ട്. ഒരാളുടെ 34, ഒരാളുടെ 14, ഒരാളുടെ 20 സംതിങ് അതുപോലെ. അപ്പൊ അതോടുകൂടി ഇവര് പറഞ്ഞു
നമുക്ക് ഒരു സമയം വേണം, നമ്മൾ കുറച്ച് ദിവസത്തിനകത്ത് പൈസ കൊണ്ടു തരാം, അങ്ങനെ ഇങ്ങനെ നിങ്ങളിത് വെളിയിൽ പറയരുത്, ന്യൂസ് ആക്കരുത്, കാല് പിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഇവരെ അങ്ങ് വിട്ടു. അന്ന് അവിടെ വെച്ച് തന്നെ പോലീസിനെ വിളിക്കണം എന്നൊക്കെ എനിക്ക് മനസ്സിലുണ്ടായിരുന്നെങ്കിലും ആ വെച്ച് പോട്ട്. ഒരു പക്ഷേ ഇവർ ഈ കട്ടോണ്ട് പോയത് എന്തായാലും ഒരു കസ്റ്റഡിയിലുണ്ടല്ലോ. സ്വർണം എന്താ ചെയ്തെന്ന് വെച്ചപ്പോൾ സ്വർണം വാങ്ങി. ഒരു പെൺകുട്ടി പറയും അവൾ വീട് വെച്ചു. അപ്പൊ എങ്ങനെയെങ്കിലും അവർ പോയി പറ്റുന്ന അത്രയും ക്യാഷ് ഒരാഴ്ചക്കുള്ളിൽ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞാണ് അന്ന് അവിടെ നിന്ന് ഇറങ്ങിയത് അവര്. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴുള്ള വിഷ്വലും ഞങ്ങൾ എടുത്തു. കാരണം നമുക്കറിയാലോ നാളെ എന്തെങ്കിലും പറയും അവര് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. നല്ലപോലെ നമ്മൾ അവിടെ ഇരുന്ന് ജ്യൂസൊക്കെ കുടിച്ച് ലാവിഷായിട്ടാണ് ഇറങ്ങിപ്പോയത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇവർക്ക് ആരും അഡ്വൈസ് ഒക്കെ ചെയ്ത് കാണണം. അങ്ങനെ അവർ രാത്രി ഒരു ദിവസം മോള് ആ ദിവസം രാത്രിയാണെന്ന് തോന്നുന്നു ദിയനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. എന്തൊക്കെയോ വേണ്ടാത്തത് പറഞ്ഞു. അങ്ങനെയാണ് മോള് കൃഷ്ണകുമാറിനോട് പറഞ്ഞു ഇവരിങ്ങനെ രാത്രി. അങ്ങനെയാണ് അപ്പൊ നമ്മൾ വിചാരിച്ച് ഇനി നമ്മളൊരു കേസെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ എന്തെങ്കിലും വേറെ ഒരു വൃത്തികേട് കാണിക്കാൻ വന്നാൽ നമ്മളോട് ചോദിക്കൂലേ എന്താണ് ഇത്രയും ഒരു ഇഷ്യൂ നടന്നിട്ട് നിങ്ങളൊരു ചെറിയ കേസെങ്കിലും കൊടുക്കാത്ത. അങ്ങനെയാണ് പോയി ഈ ഒരു ഫുൾ ഇതിൽ കേസ് കൊടുത്തിട്ടത്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരൊരു കൗണ്ടർ കേസ് കൊടുത്തു. ഇവർ നമ്മൾ തട്ടിക്കൊണ്ടുപോയി കിഡ്നാപ്പ് ചെയ്തു, കെട്ടിയിട്ടു, ഇടിച്ചു, കാശ് വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊരു കൗണ്ടർ കൊടുത്തു. അതിന്റെ പേരിലുള്ള കോലാഹലമാണ് ഇന്ന് നമ്മൾ കണ്ടത്. അതിന്റെ FIR എന്നും പറഞ്ഞ് സംതിങ് ഒക്കെ കൂടെ പോലീസ് ലീക്കാക്കി. അങ്ങനെ എന്തോ സംഭവിച്ചു. മീഡിയ എല്ലാം കൂടെ കൊണ്ടുവന്നു ഇത്രയും ഡ്രാമ നടന്നത്. സത്യം പറയാൻ തളർന്നിരിക്കുകയാണ്. ലൈക്ക് പറ്റുന്നില്ല. നമ്മുടെ തൊട്ടുമുമ്പ് ഇത്രയും ക്രൈം കാണിച്ച പെൺപിള്ളേരെ, ഇത്രയും ഫ്രോഡ് പിള്ളേരെ, എന്നിട്ട് അവര് തിരിച്ചു പറഞ്ഞപ്പോ അതിന്റെ പിന്നാലെ നടക്കുന്നു പോലീസ്. ഇറ്റ്സ് ലൈക്ക് വെരി സാഡ്. അതാണ് സംഭവം. എന്റെ ആ വീഡിയോ കണ്ട ഷാജൻ ഏകദേശം കഥ മനസ്സിലാവും. ആ പിള്ളേരുടെ ഒരു ഫോൺ കോൾ ഉണ്ട്. അത് രണ്ടും കണ്ടാൽ മാത്രം മതി. പിന്നെ ഈ പിള്ളേർ ഇപ്പൊ കൊടുത്തുകൊണ്ട് നടക്കണ ഇന്റർവ്യൂ ഉണ്ട്. കാസ്റ്റ് മറ്റേ അവരെ എന്തോ കളിയാക്കി, അവരെ ചീത്ത വിളിച്ചു, അവരെ ജാതി പറഞ്ഞു. ഈ പിള്ളേരെന്ത് ജാതിയാണെന്നൊന്നും എനിക്കറിഞ്ഞൂട്ടോ കേട്ടോ. ഏതോ ഒരു കൊച്ചിന് പേര് രാധാകുമാരി എന്നൊക്കെയാണ്. മറ്റേത് 2 പിള്ളേരും ക്രിസ്ത്യൻ കുട്ടികളാണെന്നാ തോന്നുന്നത്. ബിക്കോസ് ഒരാളുടെ പേര് ദിവ്യ ഫ്രാങ്ക്ലിൻ, ഒന്നിന്റെ പേര് വിനീത സംതിങ്. അതുപോലെ അവർ രണ്ടുപേരും വിതുര ആ ഏരിയയിൽ എവിടെ ഉള്ളതാണ്. ഒന്നിന്റെ പേര് രാധാകുമാരി എന്ന് അതിന്റെ ആധാറിന്റെ ഇത് കാണിച്ചപ്പോ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ ആ രാധ എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ ഗൂഗിൾ പേ ഞാൻ പറയുമ്പോൾ നിന്റെ ഗൂഗിൾ പേ ഒന്ന് കാണിച്ചേന്ന് പറഞ്ഞപ്പോ അതില് ഓരോ പേയ്മെന്റ് ഇപ്പൊ ഒരു 9,000 ഒരു പേയ്മെന്റ് വാങ്ങിച്ചൊക്കെയാണെങ്കിൽ ആ ക്രെഡിറ്റ് വന്ന അടുത്ത സെക്കൻഡ് 3000 മറ്റേ 2 പേർക്ക് ഇട്ടുകൊടുക്കുകയാണ്. അതുപോലെ വളരെ ഒത്തൊരുമയോട് കൂടിയുള്ള ഒരു മോഷണമായിരുന്നു 3 പേരും. ഇവർ 2 ഭർത്താക്കന്മാരുണ്ട്, അവരും ഇതിൽ ഇൻവോൾവ് ആയിരുന്നു, ടോട്ടലി ഇൻവോൾവ്. അവരുടെ ഒന്നും നമ്മള് അക്കൗണ്ടും ഡീറ്റെയിലും ഒന്നും അതിലോട്ടൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. പക്ഷെ ഇതാണ് ഷാജൻ. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഔപചാരികതകളില്ലാതെ ഹൃദയത്തിൽ നിന്നാണ് സിന്ധു ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നതെന്ന് ഈ വോയിസിലൂടെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. ഇവിടെ സിന്ധു അവസാനം ചോദിച്ച് പൂർത്തിയാക്കാതെ വെച്ചിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആരാണ് ഇരകൾ, ആരാണ് പ്രതികൾ എന്ന ഒരു ചോദ്യം. ദിയ കൃഷ്ണയ്ക്ക് തിരുവനന്തപുരത്ത് കവടിയാറിൽ OBY എന്ന പേരിൽ ഒരു ആഭരണ വിൽപ്പനശാലയുണ്ട്. ഈ OBY എന്ന് പറയുന്ന ഒരു പക്ഷേ OBY താമരയിൽ നിന്ന് കിട്ടിയതാവും. തിരുവനന്തപുരത്ത് ലുലു മാളിന്റെ ഓപ്പോസിറ്റ് OBY താമര എന്ന പേരിൽ ഒരു ഹോട്ടലുണ്ട്. വളരെ മനോഹരമായ ഭക്ഷണം കിട്ടുന്നൊരു 5 നക്ഷത്ര ഹോട്ടൽ. അവിടുത്തെ സന്ദർശകരാണ് ഞാൻ ഇവരുടെ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷെ അങ്ങനെ ആവാം OBY എന്ന പേര് വന്നത്. ഈ OBY സ്വർണവും വെള്ളിയും ഒഴികെയുള്ള ആഭരണങ്ങളാണ് വിൽക്കുന്നത്. വളരെ ചെറിയ 1000, 1500, 2000 രൂപ വിലയുള്ള ആഭരണങ്ങളാണ്. എന്നാൽ ഇത് സ്വർണം പോലെ തന്നെ ഇരിക്കും. അതായത് ഈ കല്ലൊക്കെ പതിച്ച സ്വർണ്ണാഭരണങ്ങൾ 25 ലക്ഷം രൂപ ഒക്കെ കൊടുക്കേണ്ട സാധനം 2000, 3000 രൂപയ്ക്ക് ഇവിടുന്ന് കിട്ടും. എന്നാൽ ഇത് കണ്ടാൽ സ്വർണ്ണാഭരണമാണെന്ന് തോന്നും. നല്ല ക്വാളിറ്റിയുള്ള ആഭരണങ്ങളാണ് ദിയ കൃഷ്ണ തപ്പിപ്പിടിച്ചു കൊണ്ടുവരുന്നത്. ആ ആഭരണങ്ങൾ വാങ്ങാൻ ഒരുപാട് ആളുകളുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ്സും നടക്കുന്നുണ്ട്. ഇത് പ്രധാനമായും ഓൺലൈൻ ഷോപ്പാണ്. കടയെന്ന് പറഞ്ഞ് സ്റ്റോക്ക് സൂക്ഷിച്ച് ഡെലിവറി ചെയ്യുന്ന ഒരു സ്റ്റോർ പോലെയാണ്. കുറച്ച് ആളുകൾ മാത്രമേ പോയി എടുക്കുന്നുള്ളൂ. അതിനല്ല പ്രാധാന്യം, ഓൺലൈൻ വിൽപ്പനയാണ്. ഈ കുട്ടി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് സോഷ്യൽ മീഡിയയിലാണ്. അതിൽ പൊക്കോണ്ട് നടന്ന് 3 കുട്ടികളെ ഏൽപ്പിച്ചു. അവർ വിദഗ്ധമായി തട്ടിപ്പ് നടത്തി. വളരെ ചെറുതായി തുടങ്ങി പെട്ടെന്ന് പോപ്പുലറായ ഒരു സ്ഥാപനമാണ്. അല്ലാതെ ഒരു സ്ഥാപനം എന്ന നിലയിൽ വലിയ തോതിൽ എല്ലാ നിയമപ്രശ്നങ്ങളും പരിഹരിച്ച് വലിയ കമ്പനി രജിസ്റ്റർ ചെയ്ത് അതിനെല്ലാം കൃത്യമായി കണക്കുണ്ടാക്കി അങ്ങനെ ഒന്നുമല്ല നടത്തിയത്. അതങ്ങ് വരുന്നു പോകുന്നു എന്ന തരത്തിൽ പെട്ടെന്നാണ് ഇത് പടർന്നു പിടിച്ചത്. അതുകൊണ്ട് തന്നെ ഈ UPI ട്രാൻസാക്ഷൻസ് പലപ്പോഴും കൊടുക്കുന്നത്, സ്കാൻ ചെയ്യുന്നത് കമ്പനിയുടെ അല്ല, ദിയ കൃഷ്ണയുടെയാണ്. അതാണ് ഇപ്പോൾ ആളുകൾ പകരം അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പെൺകുട്ടികൾ മാറ്റിയെടുത്തത്. ആ മാറ്റി ഇവർ ഏതാണ്ട് 69 ലക്ഷം രൂപ അടിച്ചു മാറ്റി. ഇതിൽ പറഞ്ഞിരുന്ന മാതിരി ഇവരുടെ തന്നെ സൗഹൃദത്തിൽ നിന്നും ഈ വിവരം കിട്ടിയപ്പോഴാണ് അവർ അന്വേഷിക്കുന്നത്.
അന്വേഷണത്തിൽ ഇവർ ആദ്യം തന്നെ ഇത് സമ്മതിക്കുന്നു. ചെറിയ തുക അനുവദിച്ചു സമ്മതിക്കുന്നു, വരാൻ പറയുന്നു, ഫ്ളാറ്റിൽ വരുന്നു. ഫ്ളാറ്റിൽ വെച്ച് അസൗകര്യമുള്ളത് കൊണ്ട് കൃഷ്ണകുമാറിന്റെ ഓഫീസിലേക്ക് പോകുന്നു. ഇതെല്ലാം അവർ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയി ഭയപ്പെടുത്തി പണം തിരിച്ചു പിടിച്ചെങ്കിൽ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. കൃഷ്ണകുമാറിന്റെ ഓഫീസിൽ വെച്ച് ഇവർ കുറ്റം സമ്മതിക്കുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ ഇതിലുണ്ട്. തുടക്കമാണെന്ന് ഓർക്കണം. ആ വീഡിയോ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് ഇവർ കുറ്റം ചെയ്തതെന്ന്. ഇവർ പറയുന്നത് മാതിരി തട്ടിക്കൊണ്ടുപോയി എന്നതും പണം പിടിച്ചു മേടിച്ചു എന്ന് പറയുന്നത് കള്ളമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ. അത് കണ്ടിട്ടില്ലാത്തവർ കാണുക. We want their bank account and details before they go. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ഇതിലേക്ക് എത്ര. കാരണം നമുക്ക് ഒരു സാധാരണ ഒരാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കി എന്നുള്ളത്. കാരണം നിങ്ങൾ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കാൻ? മനസ്സിലായില്ലേ? അതായത് വിശ്വസിച്ചിട്ടില്ല. കാരണം ഓസിയുടെ ഒരു മാസം ബിസിനസ്സിന് എത്ര കിട്ടുമെന്ന് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. അതിന്റെ പകുതിയാണ് 5 ലക്ഷം. നിങ്ങൾ എത്ര വർഷം മുമ്പ് ഇത് ആദ്യം ചെയ്തത്? എത്ര നാള് മുമ്പാണ് നിങ്ങൾ ഈ മോഷണം? അത് കിട്ടിയ സ്ക്രീൻഷോട്ട്സ് മാത്രം. കിട്ടാത്ത സ്ക്രീൻഷോട്ട്സ് അതന്നെ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. ശരി, ആരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? നിങ്ങൾ അല്ല, പുള്ളിക്ക് ഇത് വേസ്റ്റാണ്. ഇവർ ഒരാൾ പോലും സത്യം പറയത്തില്ല. ഞാൻ ഇപ്പൊ ഒറ്റക്കെട്ടാകുമ്പോ ഒരുമിച്ച് പോകാലോ, കൂട്ട് കാണും. പിന്നെ ഒന്നും പറഞ്ഞു. ഒരു സെക്കൻഡ്, ഇത് ആരാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്? വിനിതയാണ് ആദ്യം വന്നത്. എത്ര നാള് മുമ്പാണ് ഇത് ആദ്യം അടിച്ചത്? ആ ടൈം ലൈൻ പറയും. ഒരു പ്രാവശ്യം സത്യം അറിഞ്ഞുകൊണ്ട് പോകാനാണ് മനസ്സിലായത്. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ? സത്യം പറഞ്ഞാൽ നമുക്കിത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും എന്ന് ചോദിക്കുന്നത്. വല്ല ആവശ്യമുണ്ടോ അതിന്റെയൊക്കെ? നമുക്ക് ആഗ്രഹമില്ല. എനിക്ക് ഒരിടത്ത് പോകണമെന്നില്ല. കാരണം നമുക്ക് അതിനുള്ള സമയമില്ല, സാവകാശമില്ല. പക്ഷെ ചെയ്തേ പറ്റൂന്ന് വെച്ചാൽ നമുക്ക് വേറെ വഴിയില്ല. കാരണം ഇത് അവര് തമാശക്ക് ചെയ്യുന്ന ബിസിനസ് അല്ല, ഇത് അവരുടെ ജീവിതത്തിന്റെ ജോലിയാണ്. പറ, എപ്പോഴാണ് ഇത് ആദ്യമായിട്ട് ചെയ്തത്? എത്ര നാൾ മുമ്പാണ് ആദ്യമായിട്ട് ചെയ്തത്? വിനിതയ്ക്ക് അറിയില്ല, പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു. ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ചെയ്തത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആയപ്പോ നിങ്ങൾ വിചാരിച്ചാണ് എന്തായാലും ഇത്ര ഇൻകം വരുമല്ലേ, സൈഡിൽ കൂടി എടുക്കാന്ന് വിചാരിച്ചാണ് അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി, കുറ്റബോധം തോന്നിയോ? എന്നിട്ടാണോ ചെയ്തോണ്ടിരുന്നത്? ഇതെപ്പോഴും അവസാനമായിട്ട് നിങ്ങൾ ചെയ്താൽ അതറിയട്ടെ. ഈ പറഞ്ഞു വിടുന്നതിന് എത്ര നാൾ തോന്നിയില്ല. കാര്യം ഇന്നലെ രാവിലെ കൂടെ വിരുദ്ധ എല്ലാം ത്രട്ടൻ ചെയ്തതേ ഉള്ളൂ. സാലറി ക്രെഡിറ്റ് ആവട്ടെ, ചെയ്തില്ല. ഇവരെ കണ്ടറിയാം, ഇവരറിഞ്ഞിട്ടില്ല. ഇവര് നാറ്റ കേസ് സഹിക്കാൻ വയ്യാതെ ഇവർ നിൽക്കുക. അച്ഛനമ്മയൊക്കെ ഇനി ടിവിയിലും ഫോണിലും പേപ്പറിലും അറിയണ്ടെങ്കിൽ മര്യാദക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാൻ പറ്റും. സ്വർണ്ണങ്ങളൊക്കെ ഇട്ടിട്ടില്ലേ എല്ലാം. കംപ്ലൈന്റ് അയച്ചവരോട് പറയുവാണെങ്കിൽ ചേച്ചി എന്താണ് ഇങ്ങനെ നമ്മൾ പറയുന്നത്? നമ്മൾ എത്ര ഓർഡർ നന്നായിട്ട് കൃത്യമായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് പൈസ നോക്കാനില്ല. അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് കുറച്ച് കാശ് നിങ്ങളെങ്കിലും ഉണ്ടാക്കുന്നുള്ള ആ ഒരു നന്ദിയെങ്കിലും കാണിച്ചാൽ ജോലി ചെയ്തുകൂടായിരുന്നു. ഇത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന എത്ര പേര് അവിടെ ഓഫീസിൽ വന്നിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? അവിടെ പോയപ്പോ ആരും ഇല്ലായിരുന്നു, അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു, സ്റ്റാഫ് ഫോൺ എടുത്തില്ല. ഹൻസിയുടെ ഫ്രണ്ടിന്റെ കൂടെ ഹൻസിക്കയും വിശാലിന്റെ ഫ്രണ്ടിന്റെ കൂടെ വിശാലിയും പോയിരുന്നെങ്കിലില്ലേ ഇവരിത് ചെയ്യില്ലായിരുന്നു. അല്ല, കാരണം ഞാനും അമ്മയും പോയപ്പോ കറക്റ്റ് നിന്റെ സ്കാനർ അവിടെ ഇരിക്കല്ലേ, അതെടുത്ത് സ്കാൻ ചെയ്തു. കാർഡ് വർക്ക് ആവില്ല എന്ന് പറഞ്ഞില്ല, ക്യാഷ് തരണം എന്ന് പറഞ്ഞില്ല. കാർഡ് മെഷീൻ ഒക്കെ അവിടെ ഉണ്ട്. കാർഡ് മെഷീൻ ഉണ്ട്. ക്യാഷ് ഒക്കെ തന്നെ വല്ലപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ 2-3 അഞ്ഞൂറ് ഞാൻ പോയി ഫെബ്രുവരി. ഈ നാട്ടില് ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല. ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല. അവരെ ഇറക്കി വിടുവോ ചേട്ടാ? നിങ്ങൾ പറ. അതുകൊണ്ട് ക്രിമിനൽസിന് ഈ നാട്ടിൽ ഫ്രീ ആയിട്ട് നടക്കാൻ നിങ്ങൾ ഒരു ചെറിയ തെറ്റല്ല. നിങ്ങൾ ഒരു 10,000 രൂപ ഒരിക്കൽ മോഷ്ടിച്ചെന്നിരിക്കട്ടെ, നിന്നെ കള്ളിന്ന് വിളിക്കാം. ഇവിടെ നിന്ന് പോകുന്നു. ഐ തിങ്ക് വി ഷുഡ് ബി കോളിംഗ് ദ പോലീസ്. വി ഷുഡ് ബി കോളിംഗ് ദ പോലീസ്. ആധാർ കാർഡ് ഉണ്ടോ കയ്യിൽ? ഇതൊക്കെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചിട്ടുണ്ട്? പുറത്തിറങ്ങി നടന്ന ആധാർ കാർഡും ID കയ്യിൽ വെക്കത്തില്ലേ? ആ സ്കൂട്ടർ ആരാ ഓടിച്ചു വന്നേ? ഇവന്മാരാ? പണ്ടേ നിങ്ങൾ ഇങ്ങനെ മോഷണം ചെയ്യാം. അയ്യോ, അധികം പാവം കളിക്കില്ലേ? നിന്നെ മോഷണത്തിന് പിടിച്ചിട്ടിരിക്കുക. ആ പാവം വിടും.
തെറ്റ് നീ പാളി. അവൻ അത് പറ. ഇതൊന്ന് hold ചെയ്യ്. ആക്ച്വലി ഇല്ലേ അപ്പൊ ഇതിങ്ങനെ ഒരു 25 ലക്ഷത്തിന്റെ തിരിമറി കൂടുതൽ നടത്തിയിട്ടിരിക്കുകയാണ് ഈ 3 കള്ളികൾ. ആധാറിന്റെ രാജു ആധാർ കാര്യം പറയൂ, എന്താണ് ചെയ്തത്? സ്കാനർ വേറെ നിങ്ങളുടെ സ്കാനർ, നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് കടയിൽ ഫോണില് എന്തെന്നും പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുന്നത്. അത് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ സ്കാനർ ചോദിക്കുമ്പോൾ അത് ആദ്യം ചെയ്യാനുള്ള ഒരുപാട് പേര് പറഞ്ഞത് ഇവര് പറയുന്ന സ്കാനർ നോക്കാവത്തില്ല, ക്യാഷ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ് ആവുമ്പോൾ അങ്ങനെ എടുക്കുക. അപ്പൊ ആരാണ് അത് ആദ്യം? നിങ്ങളിൽ ഒരാളായിരിക്കുമല്ലോ അത് ആദ്യം പറഞ്ഞത്. അതാരായിരിക്കും? ഐഡിയ കൊടുത്തത് ഞാൻ ഇപ്പൊ ഇവിടെ കണ്ണടച്ച് പറയാൻ പറ്റുന്നത് അവളുടെ മോന്താട്ടം അറിയാലോ. അപ്പൊ നിങ്ങൾ അത് ഒരിക്കൽ ആദ്യം ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയ നിങ്ങൾ 3 പേരും ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത്? എല്ലാ പൈസയും കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്താണ്. പക്ഷെ രാതൊന്നും അറിയില്ല. പിന്നെ നിങ്ങൾ ഇത് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത്? അറിയാൻ പറ്റും. നമുക്ക് വേറൊന്നും വേണ്ട, നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. എന്നിട്ട് നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇത് വീണ്ടും ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഉടനെ തന്നെയാണോ ചെയ്തത്? എല്ലാം അടുപ്പിച്ചടുപ്പിച്ചാന്ന്. സത്യം പറ, കള്ളം പറയണ്ട, സത്യം പറ. അപ്പൊ ക്യാഷ് ആയിട്ട് വരുന്ന ഫുൾ ഡേ ടേക്കിംഗ്. അതല്ലേ ഞാൻ അവിടെ വല്ലപ്പോഴും ചെല്ലുമ്പോഴേക്കും ക്യാഷ് ആയിട്ട് എടുത്തത് നമ്മൾ എങ്ങനെയാ ബാങ്ക് അതെനിക്ക് കിട്ടില്ല. അല്ല ഇവര് ഓഫ് ചെയ്തിട്ട് അപ്പൊ CCTV കട്ടാവും. CCTV ഇല്ല അവിടെ. ഒരുവിധ കസ്റ്റമേഴ്സ് ആരും വരുമ്പോ അതാ ഞാൻ പറഞ്ഞേ. ഹൻസിന്റെ കണ്ടോ ആര് വരുമ്പോഴും വിളിച്ചു ചോദിച്ചേ. ഇവര് പോകുമ്പോഴത്തേക്ക് ക്യാഷ് ആയിട്ട് എത്ര എടുത്ത് കാണും? ക്യാഷ് എടുത്തിട്ടേ ഇല്ലേ? ഇത്രയും രൂപ ഇന്നലെ ഒരാളെ അടുത്ത് ക്യാഷ് കൊടുക്കുന്നുള്ളത് 1000 പേര് കസ്റ്റമേഴ്സ് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു അവര് കാർഡ് കൊടുക്കുമ്പോ ഇവര് കാർഡ് എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ കസ്റ്റമറോട് പറഞ്ഞു ATM പോയി ക്യാഷ് എടുത്തിട്ട് വന്നു പറഞ്ഞ് ഇവര് വൈകുന്നേരം വരെ അവിടെ വെയിറ്റ്. അത് ജോലി ചെയ്യാൻ പറഞ്ഞാൽ 5 മണിക്ക് അലാം വെച്ചിട്ട് ഇറങ്ങുന്നവര് കാത്തു നിന്നു 5 മണിക്ക് ശേഷം. എന്നിട്ട് 7000 എണ്ണി മേടിച്ചിട്ടാ പോയത്. ആ പൈസ എവിടെ? അത് അന്ന് തന്നെ ഇവര് ഹയാത്തിൽ പോയിട്ടുണ്ടോ? ക്യാഷ് എത്ര മേടിച്ചു? എന്നാലും ഒരു ഊഹം, ഉദ്ദേശം. ഒരു 2 ലക്ഷം അത്രയ്ക്ക് കൊടുക്കും. 1 ലക്ഷം ഒന്നും കാണും. നിങ്ങൾക്ക് നിങ്ങൾ മോഷിച്ചാൽ നിങ്ങൾക്ക് ഒരു കണക്ക് വെക്കണ്ടേ? എത്ര പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞത് നിങ്ങൾ 3 പേര് മോഷ്ടിച്ചാൽ പോലെ 1 ലക്ഷം പോലും എടുത്ത് കാണിച്ചിട്ടുണ്ടാകുന്ന എന്നോട് പറഞ്ഞു. ഇപ്പോ 7 ലക്ഷത്തിന്റെ തെളിവ് ഇവർക്കും കിട്ടി. 5 ലക്ഷം നിങ്ങൾ കൊണ്ട് തരുകയും ചെയ്തു. അപ്പൊ ഈ 1 ലക്ഷത്തിന് നിങ്ങൾ തന്നെ ഞെക്കുന്നു. എടുത്തിട്ടില്ല. അപ്പൊ ഒരു 50,000 എടുത്തിട്ടുണ്ടാവും. അപ്പൊ ഒരു 5,000 പാവം 5,000 എടുത്തിട്ടില്ല. ഒരു ഓർഡർ ഒരു കസ്റ്റമറിന്റെ 7,000 കഥ ഞാൻ പറഞ്ഞു കേട്ടില്ലേ? അവസാനം വരെ 3 പേര്. അയ്യോ നിനക്ക് എത്ര കിട്ടിയെന്നല്ല, മൊത്തത്തിൽ നിങ്ങൾ ക്യാഷ് എത്ര വീതിച്ചെടുത്തപ്പോ നിനക്ക് എത്ര കിട്ടിയെന്നല്ല ചോദിക്കുന്നത്. മൊത്തത്തിൽ ക്യാഷ് എത്ര എടുത്തു? ദിവ്യ, ഞാൻ ദിവ്യക്കില്ല അതും അറിഞ്ഞോണ്ടല്ലോ പിന്നെ ഇതുപോലെ ആയിരിക്കില്ല. അല്ല കാരണം നിങ്ങൾ പറയും ഇവര് പോലീസിനെ വിളിക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഊമയെ പോലെ മിണ്ടാതിരുന്ന കൃത്യം ടോട്ടൽ ഞാൻ ഇത് നോക്കും. അടുത്ത സ്റ്റോറി ഞാൻ ഇടും. എങ്ങനെയാണെന്ന് അറിയാമോ? ക്യാഷ് ആയിട്ട് നിങ്ങൾ എത്ര പേര് ക്യാഷ് കൊടുത്ത എല്ലാവരോടും, കാരണം വാങ്ങിച്ചവർക്ക് അറിയാലോ അവർ എത്ര കൊടുത്തു. അതെ, കറക്റ്റ് കൃത്യം എമൗണ്ട് ആയാലും എങ്ങനെയല്ല. ബിക്കോസ് ഞാൻ അവസാനം വരെ മാന്യമായിട്ട് ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് സത്യം അറിയണം. കാരണം അവൻ സ്റ്റോറി ഇത്രയും നാൾ വരെ ദിവ്യ മാത്രം എടുത്ത് എത്ര വർഷമാണ്? ബാക്കി രണ്ടും പോട്ടു. അല്ല അപ്പൊ ഗ്രൂപ്പ് ആയിട്ടുള്ളത് എല്ലാവരും 3 പേര് എത്ര എടുത്തു? 1 ലക്ഷം രൂപ എന്തായാലും 40,000 പേരെ പറഞ്ഞെങ്കിൽ 1 ലക്ഷത്തിന് മുകളിൽ കണക്ക് പോകണം. കാര്യം ഇതിന്റെ 2,000 രൂപ തിന്നു പറഞ്ഞവരാണ് അങ്ങനെ 7 ലക്ഷത്തിന്റെ കണക്ക് വന്നത്. അത്രയൊന്നും ക്യാഷ് പേയ്മെന്റ് കിട്ടും. കാര്യം എനിക്ക് മെസ്സേജ് അയച്ച ഒത്തിരി പേര് പറഞ്ഞത് ഇവർ ഇൻസിസ്റ്റ് ചെയ്ത് ക്യാഷ് തന്നെ തരണം എന്നുള്ളത്. അതെന്റെ ചാറ്റ് വരും. ആര് ചോദിച്ചാലും ഞാൻ കാണിച്ചു. ഞാൻ ഇന്നത്തെ അല്ല ഞാൻ പറഞ്ഞേ അല്ല പോലീസ്
അയ്യോ പോലീസ് സ്റ്റേഷനിൽ അവർക്ക് പോകാൻ ആഗ്രഹമുണ്ടോ വൈകുന്നോളോ നോക്കിയിട്ടല്ലോ. ഇപ്പൊ റേപ്പ് ചെയ്ത ഒരാളോട് നമുക്ക് ചോദിക്കാൻ പറ്റുമോ താല്പര്യമുണ്ടോ സഹോദരന് പോകാനോ? ആക്ച്വലി ഓരോരുത്തരും ജോലിക്ക് അപ്പോയിന്റ് ചെയ്യുന്നു. കാരണം എവിടെ പോയാലും എന്നെ പറ്റിച്ച പോലും ഒരു വേറെ ആൾക്കാർ. പ്രഗ്നന്റ് ആയതാണ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയത്. ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു പല ദിവസം കൊടുത്തു. അത് അറിഞ്ഞു ഒരു നവംബറിൽ ഞാൻ ഇവരോട് പറഞ്ഞല്ലോ ഹോസ്പിറ്റലിലാണ്, എനിക്ക് വരാൻ പറ്റില്ല. എന്തിന് ജോലി നടത്തിയത്? 2 വീട് കൂടെ വെക്കായിരുന്നു. 2 വീടാ അയാൾക്ക് അല്ല ഇവരെടുത്തിട്ടില്ല, നിങ്ങൾ മാത്രം എടുത്തില്ല. നിങ്ങൾ എടുത്തിട്ടാണോ കൊടുത്തത്? ഇവരെടുത്തിട്ടില്ലേ? ഉണ്ട്. ഒരു സെക്കൻഡ്, ഇവർക്ക് നിങ്ങൾ അയച്ചു കൊടുത്തെന്തിനാണ്? അതല്ല അതല്ല, നിങ്ങൾ അവിടെ എടുത്ത പൈസ ഇരിക്കട്ടെ, പിന്നെ നോക്കണം. നിങ്ങൾ ഈ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത പൈസ ഇല്ലേ? അത് ആരുടെ ശരി. നിങ്ങൾക്ക് ഏകദേശം ധാരണയില്ല അല്ലേ? 3 ലക്ഷം വരെ ഓർമ്മയുള്ളൂ. ഒരു 10-15 ലക്ഷം എടുത്തിട്ടുണ്ടെങ്കിലോ റെക്കോർഡ് വന്നാൽ എന്ത് ചെയ്യുന്നത്? അല്ലാതെ ഒരു സംസാരിക്കായിരിക്കും. വന്നാൽ എന്ത് ചെയ്യും? കണക്ക് പ്രകാരം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് എടുത്തിട്ടെന്ന് പറയാൻ പറ്റുന്നില്ലേ? നിങ്ങൾ എന്ത് ചെയ്യും പൈസ? അല്ല ഞാൻ കണക്ക് എത്തിച്ചാൽ കണക്ക് മാറ്റി പറയല്ലേ? കംപ്ലീറ്റ് കൊടുക്കും കേട്ടോ, കംപ്ലീറ്റ് കൊടുക്കും. നമ്മൾ നിങ്ങൾ വിചാരിക്കുന്ന ലെവലിൽ പോകില്ല. നിങ്ങൾ എടുത്തിരിക്കുന്ന പൈസ അത്രയ്ക്കാണ്. അറിയാൻ എത്രയാണ് ഉദ്ദേശം? എന്താ പറയാ വന്ന അത് മനസ്സിലായി. നിങ്ങളപ്പോ ഇത്രയും നാളായിട്ട് എത്ര എടുത്തു അതാണ് ചോദിക്കുന്നത്. അറിയാലോ, ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു അത് മാത്രം മതി ഇവിടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നതിന് തെളിവ്. ഇപ്പോൾ ഈ ഇരയായിരിക്കുന്ന പെൺകുട്ടികൾ പുറത്തുവിട്ടിരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ടായി, അതുകൂടി കേൾക്കേണ്ടതുണ്ട്. ഈ ഓഡിയോ ക്ലിപ്പാണ് അവരുടെ ആയുധം. കാരണം ദിയ പൊട്ടിത്തെറിച്ച് തെറി വിളിക്കുന്നുണ്ട്, ചീത്ത വിളിക്കുന്നുണ്ട്, കുറെ ചീത്ത വിളിക്കുന്നുണ്ട്. നീ പോയി തൂങ്ങിച്ചത്തോ, നിന്നെ വെറുതെ വിടില്ല, നാറ്റിക്കും, ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ഉപയോഗിക്കും, അല്ലാതെ നിനക്ക് എന്നെ അറിയില്ല, എൻ്റെ ഒക്കെ ദിയ പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയുണ്ട്. എത്ര രൂപയാണ് പറ്റിച്ചിരിക്കുന്നത് ദിവ്യ ചേച്ചി? അത് നേരത്തെ ഓപ്പൺ ആയിട്ട് തുറന്ന് പറഞ്ഞതല്ലേ? ചേച്ചി നിങ്ങളെ വിളി നിർത്തിക്കോ, പല്ലടിച്ചാ പൊട്ടിക്കും. എന്നെ അറിഞ്ഞൂടാ നിങ്ങൾക്ക്. നിങ്ങളോട് നിങ്ങൾ സത്യം പറയാലോ, നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇതുവരെ കണ്ടിട്ടുള്ളൂ. എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ. എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ്. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. അത് കാണിപ്പിച്ചു. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. പക്ഷെ അത് കട്ടുമോട്ടിച്ചു അല്ല ചെയ്യുന്നത്. മനസ്സിലായില്ലേ? കട്ടുമോട്ടിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല. എനിക്കൊന്ന് കേൾക്കാൻ വയ്യല്ല സുനിച്ചത്. ഞാൻ പോകുന്നു പറ. ചെയ്യാന്ന് പറഞ്ഞ നിങ്ങൾ പറയുന്നത് മൊത്തം അല്ല, ഒരു പേയ്മെന്റ് 55 കൊടുത്തെന്ന് പറയുന്നു. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50-50 വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്, കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് മാത്രമുണ്ട് 55,000. അതല്ലാതെ 1000 സ്ക്രീൻഷോട്ട് വേറെ വേറെ കസ്റ്റമേഴ്സിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ. അതിന് മുന്നേ നിങ്ങൾ ചാവയോ, നിങ്ങൾ മുമ്പയോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട. നിങ്ങളുടെ 3 പേരുടെ ജീവിതം ജീവനോട് നിങ്ങൾ ഉണ്ടെങ്കിൽ കൊലയ്ക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഗർഭിണി, എന്നെ കോപ്പ് കൊടുത്തൊക്കെ തീർന്നു. അത് ഇന്ന് ഉച്ചവരെ. മനസ്സിലായില്ലേ? ഇന്ന് ഉച്ചവരെ ഉള്ളൂ എനിക്കത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തരും. നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? അണ്ടർഗ്രൗണ്ട് കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? നാട് മുഴുവൻ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കാൻ പോവുകയാണ്. ഞാൻ കൂട്ടാൻ പോവുകയാണ്. മനസ്സിലല്ലേ? മൊത്തം കുടുംബം ഇറങ്ങിയിരുന്നോ? മണ്ണെണ്ണ എടുത്ത് ഉഴഞ്ഞൊഴിച്ചുകൊണ്ടിരുന്നോ? മനസ്സിലായില്ലേ? വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നത് കളിക്കാൻ. വളരെ മോശപ്പെട്ട ആളാണ് നിങ്ങൾ ഇറങ്ങി. മനസ്സിലായില്ലേ? ഒരു പെണ്ണാണ് ഞാനൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ മഴ തിരിഞ്ഞിക്കൊണ്ടിരിക്കരുത് ഞാൻ. കേട്ടാ
ചേച്ചി സോറി ചേച്ചി. സോറി മനസ്സിലായില്ലേ? സോറിയാ? സോറി ആർക്ക് സോറി? ആർക്ക് സോറി പറയണം? ആർക്ക് വേണ്ട സോറി? അതല്ലോ എഴുതി വെച്ചോ. യൂട്യൂബ് ചാനലിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ തൊലിച്ചു. യൂട്യൂബിലൂടെ നിങ്ങളുടെ ഇമേജ് ഞാൻ തൊലിച്ചു. നിങ്ങൾക്ക് ലോകത്ത് എവിടെയും പോവാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും. മനസ്സിലായല്ലോ? ലൈഫിൽ നിങ്ങൾ വാട്സാപ്പിൽ ഇനി പ്രൊഫൈൽ പിക്ചർ ഇടൂല. അത് ഇന്ന് നിങ്ങൾ നിർത്തും. ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ റിമൂവിംഗ് ആണ്. ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കും. മനസ്സിലായല്ലോ? നിങ്ങളെ കാരണം കുറെ കാലം ഞാൻ അനുഭവിച്ചു. അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കെഞ്ചി ഞാൻ പറഞ്ഞു. ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ സിസ്റ്റീക്സ് കാണിക്കല്ലേ, പ്ലീസ് 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 എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളോട് കോമഡി പറഞ്ഞു നോക്കി. നിങ്ങൾ അനിയത്തിമാരെ പോലെ കണ്ടു നോക്കി. ഞാൻ നിങ്ങളോട് ഞാൻ അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കി. ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് എന്നോട് നിങ്ങൾ ചെയ്ത് എന്താണ്? നിങ്ങൾ എന്താ എന്നോട് ചെയ്ത്? പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ, ഇപ്പൊ ദിവ്യക്ക് അയച്ചിരിക്കുന്ന കസ്റ്റമർ, അവരെനിക്ക് മൊഴി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം അവരിത് എനിക്ക് തരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പൈസ തന്നിരിക്കുന്നത്. അവരുടെ എല്ലാ പാർസൽസും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ്. തന്റെ അച്ഛൻ എടുത്ത സ്റ്റോക്കാണോ ദിവ്യ അത്? തന്റെ അച്ഛൻ മൈസൂരിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത്? പറ ദിവ്യ, താൻ ട്രെയിൻ കയറി മൈസൂരിൽ പോയി എടുത്ത സ്റ്റോക്കാണോ അത്? അല്ല. പിന്നെ ആരോട് ചോദിച്ചിട്ട് അത് വിറ്റത്? അത് ആരോട് ചോദിച്ചിട്ട് ദിവ്യ വിറ്റു? 55,000 രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിന് വിറ്റു? എന്നോട് ചോദിച്ചോ? അശ്വിനോട് ചോദിച്ചോ? ആരോട് ചോദിച്ചു? പറ. ഇത്രയും നേരം അശ്വിൻ സത്യം പറന്ന് മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചുകൊണ്ടിരുന്നേ? മാന്യമായിട്ടാണോ ദിവ്യ ചോദിച്ചുകൊണ്ടിരുന്നേ? തന്റെ വായിക്കാൻ ചേച്ചി അതല്ലേ ചേച്ചി പറഞ്ഞത് 50-നകത്ത് ഒരാൾ വെച്ച് എടുത്തിട്ടുണ്ടെന്ന്. 50ന്റെ നേരിട്ടുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ചെപ്പടിച്ച പൊട്ടിന് 50ന്റെ അകത്ത് നീ ഇനി 50-നകത്തുനിന്ന് പറഞ്ഞ വിവരം അറിയും. പൊന്നാര മോളെ, നീ വിവരം അറിയും. മനസ്സിലായില്ലേ? നീ ഉണ്ടല്ലോ ഈ കോളൊക്കെ നീ റെക്കോർഡ് ചെയ്യോ എന്ത് കുന്തം ചെയ്ത് നീ പുറത്തു വിട്ടാൽ എനിക്ക് പ്രശ്നമല്ല. മനസ്സിലായില്ലേ? കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡിൽ ഫുള്ള് തെളിവാ. മനസ്സിലായില്ലേ? മൊത്തം തെളിവ് എന്റെ കയ്യിൽ ഇരിക്കുകയാണ്. പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു. ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട്. എന്നെ എന്റെ കൊച്ചിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു നിങ്ങളെ കാരണം. ട്രിപ്പെടുത്ത് കിടക്കുമായിരുന്നു നിങ്ങളെ കാരണം. മനസ്സിലായില്ലേ? ഞാൻ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് ദിവ്യ, പ്രത്യേകിച്ച് ദിവ്യ ഈ ഇത്രയും നേരം നമ്മൾ ചോദിച്ചിട്ടും ഇതിലൊരൊറ്റ സ്ക്രീൻഷോട്ട് നീ എനിക്ക് അയച്ചെന്നില്ലൂടി. എന്നിട്ട് എന്താ നീ പറഞ്ഞ പങ്കിട്ടെടുത്തുന്ന ഒരൊറ്റ അടി വെച്ചില്ല പങ്കിട്ടെന്ന് നീ പറഞ്ഞ കേട്ടല്ലോ. നീ ഒരടിക്കുള്ളതേ നീ ഉള്ളൂ. കേട്ടല്ലോ? ഒരൊറ്റ അടിക്കുള്ളതേ നീ ഉള്ളൂ. അതിന് ഞാൻ വിചാരിച്ചാൽ മതി. വേറെ ആരും വിചാരിക്കണ്ട. പോലീസൊന്നും ഞാൻ ഒരൊറ്റ അടിക്കുള്ളതേ നീ ഉള്ളൂ. മനസ്സിലായല്ലോ? മനസ്സിലായോ ഇല്ലയോ ദിവ്യക്ക്? ആ നീ നാളെ പോലീസ് സ്റ്റേഷനിൽ വാ. പോലീസ് സ്റ്റേഷനിൽ എന്നെ ആരും സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഓട്ടോ വിളിച്ചിട്ടായാലും ഞാൻ പോയി കേസ് കൊടുത്തിരിക്കും. കാര്യം ഇതിന് എനിക്കൊരു ഉത്തരം വേണം. നിനക്കൊക്കെ എന്തോന്ന് മിനി സ്റ്റേഷനിൽ തരാൻ പറ്റൂലല്ലേ? കാര്യം എന്ത് എത്ര ഹോൾസെയിൽ പർച്ചേസസ് അവിടെ വന്നെന്നുള്ളത് എനിക്ക് അറിഞ്ഞേ പറ്റൂ. മനസ്സിലായില്ലേ? ഡെയിലി നീയൊക്കെ പറയില്ലേ സോൾഡ് ഔട്ട് ആയി ചേച്ചി. കണ്ടവരുടെ പാർസൽ അയച്ചു വിട്ടിട്ടാണ് സോൾഡ് ഔട്ട് ആവുന്നേ. മനസ്സിലായില്ലേ? ആണോ അല്ലയോ ദിവ്യ? ആണോ അല്ലയോ? എന്റെ കാലങ്ങൾ പൊട്ടോടടിപ്പല്ലേ കൈ അരിഞ്ഞ് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. എന്റെ കാലത്തിന്റെ അടുത്ത് വരെ നിനക്കൊന്നും പറ്റില്ലോടി. നാറിയ കേസുകൾ ഇതിൽ ഇവർ സമ്മതിക്കുന്നുണ്ട്. ഇവർ ഈ പറഞ്ഞ മാതിരി ഇവർ ഒരു പൈസയും എടുത്തിട്ടില്ല. ഇപ്പോൾ പറയുന്നത് ദിയ പറഞ്ഞതനുസരിച്ച് ഞങ്ങളുടെ അക്കൗണ്ട് ഉപയോഗിച്ചാണെന്ന് പറയുന്നുണ്ട്. അത് കള്ളമാണ് എന്നതിന് തെളിവാണ് ഈ ഓഡിയോ ക്ലിപ്പും മറ്റേ വീഡിയോ ക്ലിപ്പും. അതിൻ്റെ അകത്ത് അങ്ങനെയാണെങ്കിൽ അതൊന്ന് പറയണം. ഇത് രണ്ടിൻ്റെ അകത്തും സമ്മതിക്കുന്നുണ്ട്. ചേച്ചി സോറി ഞങ്ങൾ എടുത്തും സമ്മതിക്കുന്നുണ്ട്, തിരിച്ചു തരാം എന്ന് രണ്ടിലും പറയുന്നുണ്ട്. ഇവരെന്താണ് പറയണത്? ചേച്ചി പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ QR കോഡ് കൊടുത്തു എന്നാണ് ചോദിക്കേണ്ടത്. ചോദിച്ചിട്ടില്ല.
അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് തട്ടിപ്പ് നടന്നു വന്ന്. പിന്നെ ദിയ വല്ലാതെ ചൂടായി, വല്ലാതെ തെറി വിളിച്ചു, വളരെ മോശമായി തന്നെ സംസാരിച്ചു. ശരിയാണ്, അത് ഒഴിവാക്കേണ്ടതായിരുന്നു, കുറച്ചുകൂടി ജാഗ്രത കാണിക്കേണ്ടത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വസിച്ച് വെച്ചിരുന്ന 3 ജീവനക്കാർ പണം അടിച്ചു മാറ്റി. അതാ തുടക്കമാണ്, എത്ര മാറ്റിയെന്ന് അറിയില്ല. അപ്പോൾ ഇനി എത്ര അടിച്ചു മാറ്റി എന്നൊക്കെ അറിയേണ്ടതുണ്ട്. അങ്ങനെ പണം അടിച്ചു മാറ്റിയ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു വികാര വിക്ഷോഭമുണ്ട്. എന്തും പറയും, വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയും. ഈ ജാതി വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സംഭാഷണത്തിൽ പറയണ്ടേ, ജാതി പറയുന്നില്ല. അതിന് കിടന്ന സംഭാഷണമായി പോയി ദിയ നടത്തിയത് എന്ന് പറയേണ്ടി വരുമ്പോഴും അപ്പോഴത്തെ ദിയയുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ചൊരു ഗർഭിണിയാണ്. പെട്ടെന്ന് അവരുടെ കച്ചവടം ഇങ്ങനെ ആകുമ്പോഴുണ്ടാകുന്ന ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയുണ്ട്. നമ്മളത് അംഗീകരിച്ച മതിയാവും, അധിക പ്രസംഗമാണെങ്കിൽ. പക്ഷേ ഇവിടെ 2-3 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, തട്ടിപ്പ് സമ്മതിക്കുന്നുണ്ട്. 2, ഇതിൽ ജാതി പറഞ്ഞിട്ടില്ല. ജാതി പറയുമെങ്കിൽ ഈ ചീത്തവിളിയിലാണ് പറയേണ്ടത്. ഇത് തുടക്കമാണ്. പിന്നീടാണ് മനസ്സിലാക്കിയത് വിവരങ്ങൾ ശേഖരിച്ച 69 ആയിരിക്കില്ല. കാരണം ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് പോയിരിക്കുന്ന പണമാണ് കണ്ടെത്താൻ കഴിഞ്ഞ 69 ഭർത്താക്കന്മാരുടെ ബന്ധുക്കളുടെ ഒക്കെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ടാവാം. അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയൂ. എന്തായാലും ഇവിടെ കൃഷ്ണകുമാറും കുടുംബവും എയറിൽ നിൽക്കേണ്ടി വരുന്നത്, അവർക്കെതിരെ കേസെടുക്കേണ്ടി വരുന്നത്, അവരെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആ കൃഷ്ണകുമാർ BJP-കാരനായതുകൊണ്ട് മാത്രമാണ്. എന്തെങ്കിലും ഗുണം കൃഷ്ണകുമാർ ഉണ്ടായിട്ടുണ്ട് BJP-കാരനായതുകൊണ്ട്? ഇല്ല, ഒരു ഗുണം ഉണ്ടായിട്ടില്ല, നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കൃഷ്ണകുമാർ ആ അബദ്ധം കാണിക്കാതിരുന്നെങ്കിൽ ഒരുപക്ഷെ കൃഷ്ണകുമാറിന് അനുകൂലമായ ഒരു സാഹചര്യം ഇപ്പോൾ രൂപപ്പെടുമായിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ 100% ശരി കൃഷ്ണകുമാറിനും ദിയ കൃഷ്ണയ്ക്കും കുടുംബത്തിനുമാണ്. ആ കുടുംബത്തിന് പരിപൂർണ പിന്തുണ.